Hi everyone, welcome back to Baby's Magic Desk. ഇന്നൊരു റെസിപ്പി വീഡിയോ അല്ല, ഒരു ഡെക്കറേഷൻ വീഡിയോ ആണ്. ഡബിൾ ഹാർട്ട് കേക്ക് എങ്ങനെ വിപ്ഡ് ക്രീമിൽ നല്ല നീറ്റായിട്ടും ബ്യൂട്ടിഫുള്ളായിട്ടും ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. റെഡ് വെൽവെറ്റിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു കേക്ക് ബോർഡ് 50 സെൻറ്റിമീറ്റർ ഇൻറ്റു 35 സെൻറ്റിമീറ്റർ ആണുള്ളത് മെഷർമെൻറ്റ്. അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിലുള്ള 2 കേക്ക് ബോർഡ് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പാനിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് നോക്കിയിട്ട് വരച്ചിട്ട് ചെയ്താൽ മതി, കട്ട് ചെയ്തെടുത്താൽ മതി. അതിൽ ഒരെണ്ണത്തിൻ്റെ സൈഡ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്, രണ്ടും കൂടെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന രൂപത്തിൽ. അതുപോലെ തന്നെ ഹാർട്ട് ഷേപ്പിൻ്റെ പാനിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള 2 കേക്കാണ്. ഓരോ കേക്കും ഞാൻ 3 ലെയേഴ്സ് ആക്കിയിട്ടുണ്ട്. ഇതും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബോർഡിൻ്റെ അതേ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുക. പിന്നെ ഈ ബേസ് ബോർഡിന് ഒരു 1/2 ഇഞ്ച് ഔട്ട്ലൈന് എക്സ്ട്രാ നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ക്രീം തേക്കാനുള്ളൊരു ഗ്യാപ്പും കൂടെ കിട്ടും അവിടെ. ഇനിയിപ്പം കുറച്ച് പുറത്തോട്ട് വന്നാലും അത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സ്പഞ്ച് കേക്ക് ലെയേഴ്സാക്കി റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് കേക്കിന് ആവശ്യമുള്ള ഫ്രോസ്റ്റിംഗ് റെഡിയാക്കിയിട്ടുണ്ട്. ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. മുമ്പ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്തതിന് ശേഷം ക്രീം ചീസ് അതിലോട്ട് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഫില്ലിങ്ങിനും ക്രം കോട്ടിനും കൂടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ വിപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൽ 300 ഗ്രാംസ് മുതൽ 360 ഗ്രാംസ് വരെ ക്രീം ചീസും ആഡ് ചെയ്ത് കൊടുക്കാം. ക്രീം ചീസ് ആഡ് ചെയ്യുമ്പോൾ ക്രീം ചീസ് നന്നായിട്ട് മിക്സ് ചെയ്ത് ക്രീമിയാക്കി അതിൽ ഷുഗർ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതെല്ലാം പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചതിന് ശേഷം സ്പഞ്ചിൻ്റെ ഓരോ ലെയേഴ്സും ഷുഗർ സിറപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്ത് ആവശ്യമുള്ള തിക്നെസ്സിൽ ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങും കൂടെ പൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഫില്ലിംഗ് അകത്ത് കൊടുക്കണമെങ്കിൽ ജാമോ സ്ട്രോബെറി ഫില്ലിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിൽ അതും കൊടുക്കുക. അല്ലെങ്കിൽ വെറുതെ ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അങ്ങനെ പ്ലെയിൻ ആയിട്ട് മതിയെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ആദ്യത്തെ ഹാർട്ട് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിലൊന്ന് സെറ്റാകാൻ വെക്കണം. ആ സമയം കൊണ്ട് രണ്ടാമത്തെ ഹാർട്ടും കൂടെ എടുത്ത് ക്രം കോട്ട് ചെയ്യുക. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ കേക്കും ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെയും ഒന്ന് നന്നായിട്ട് തണുക്കാൻ വെക്കണം. അപ്പോൾ ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ആദ്യം ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിനെ ഔട്ടർ കവറിങ് കൊടുത്ത് ഒന്ന് ലെവലാക്കി എടുക്കാം.
ക്രീമിൻ്റെ തിക്നെസ് ഒരുപാട് ലെവൽ ചെയ്ത് ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഔട്ടർ കവറിങ്ങും ഫില്ലിങ്ങും ഒക്കെ ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ ഒരു ലെയർ കൊടുത്തതിന് ശേഷം സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജിൽ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഒന്ന് വളച്ച് പിടിച്ച് ഒന്ന് വടിച്ചെടുക്കുക. അപ്പോൾ ഷാർപ്പ് എഡ്ജ് അല്ലാതെ ഒരു കർവ്ഡ് എഡ്ജായിട്ട് കിട്ടും നമ്മുടെ ഹാർട്ടിന്. അപ്പോൾ ഈ കേക്ക് നമ്മൾ മാക്സിമം സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഫ്രിഡ്ജിൽ നന്നായിട്ട് തണുക്കാൻ വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് രണ്ടാമത്തെ കേക്കും കൂടെ എടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ കേക്കും ഔട്ടർ കവറിങ് ഒക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കുക. ഇത് നമ്മളിങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യുകയാണ്. ഒന്ന് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അടുത്തതെടുത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് അവസാനം വലിയ ബോർഡിൽ രണ്ടും കൂടെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഔട്ടർ കവറിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രീം സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തെ കേക്കും ഏകദേശം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള ഹാർഡ് കേക്ക് പുറത്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലേസ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ന്യൂട്രൽ ഗ്ലേസ് റെഡ് കളർ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറിയുടെ ഫ്ലേവറോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ഫ്ലേവർ കൊടുക്കണമെങ്കിൽ അതും കൂടി ചേർക്കാം. ഗ്ലേസ് ഒഴിക്കുമ്പോൾ എപ്പോഴും ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ഗ്ലേസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് കുറച്ച് തിക്നെസ് കൂടിപ്പോയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് മൈക്രോവേവ് ചെയ്ത് കൊടുക്കണം. പിന്നെ ചൂട് കൂടി പോകാൻ പാടില്ല. നല്ല ചൂടിൽ ഗ്ലേസ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ക്രീം കേക്കല്ലേ, അപ്പോൾ അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. പിന്നെ ഞാനിതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ കേക്ക് വൈറ്റാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ റെഡ് ഒഴിച്ച് കൊടുത്തപ്പോൾ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് റെഡിൻ്റെ കളറൊന്ന് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ലെയറും കൂടെ ഒഴിച്ചു കൊടുത്തത്. എക്സസ് വരുന്ന ഗ്ലേസൊക്കെ ഒന്ന് ഫ്ലോ ചെയ്യാനുള്ള ടൈം കൊടുത്തതിന് ശേഷം അതൊക്കെ ഒന്ന് വടിച്ചെടുത്ത് ക്ലീൻ ചെയ്ത് നമ്മൾ കേക്ക് ബോർഡിലോട്ട് മാറ്റുകയാണ്. താഴെ ഒരു ബോർഡ് ഓൾറെഡി ഉണ്ടല്ലോ ഹാർട്ട് ഷേപ്പിൽ നമ്മൾ നേരത്തെ വെച്ച, അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഹാർട്ട് ഷേപ്പിൽ ബോർഡ് കട്ട് ചെയ്തെടുത്തപ്പോൾ തന്നെ ആ രണ്ട് ബോർഡും വെച്ച് ഇതിന് ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ റെക്റ്റാങ്കുലർ ബോർഡിൽ കാണുന്ന രൂപത്തിൽ. അപ്പോൾ ആ ഔട്ട്ലൈൻ ഉള്ളതുകൊണ്ട് കറക്റ്റ് പൊസിഷനിൽ വെച്ച് കൊടുക്കാൻ ഈസി ആയിരിക്കും. ഇനി രണ്ടാമത്തെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ച് പൊടിച്ചെടുത്തിട്ടുള്ള റെഡ് ക്രംസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു ക്രംസിൽ കോട്ട് ചെയ്ത് വരുമ്പോൾ കേക്കിന് നല്ല വെൽവെറ്റ് സ്പ്രേ യൂസ് ചെയ്തിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടും. നല്ല പൗഡേർഡ് ആയിട്ടുള്ള ക്രംസ് ആവാൻ വേണ്ടിയിട്ട് സ്പഞ്ചൊന്ന് ചെറുതായിട്ട് പാനിലിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ഫൈൻ പൗഡർ പോലെ കിട്ടും. എന്നിട്ട് ഇതുപോലെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെൽവെറ്റി ലുക്കായിരിക്കും നമ്മുടെ കേക്കിന് കിട്ടുക. ഇപ്പോൾ ഓൾമോസ്റ്റ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ആ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് മാത്രം കേക്കിൻ്റെ ക്രംസ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അതിനെ അറ്റാച്ച് ചെയ്യുമ്പോൾ പുറത്ത് വൈറ്റ് ആയിട്ടുള്ള പോർഷൻ കാണുന്നുണ്ടെങ്കിൽ അവിടെ മാത്രം കുറച്ച് ക്രംസ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ കേക്കും നേരത്തെ ചെയ്ത പോലെ തന്നെ ഡബിൾ സൈഡ് ടേപ്പ് സ്റ്റിക്ക് ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഹാർട്ടിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ തന്നെ ഞാൻ ഔട്ട്ലൈൻ ഇട്ട് വെച്ചുകൊണ്ട് ആ ഒരു പൊസിഷനിൽ കറക്റ്റായിട്ട് ഇത് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് രണ്ടും അറ്റാച്ച് ചെയ്തിട്ടുള്ള പോർഷനിൽ കുറച്ച് വൈറ്റ് ക്രീമിൻ്റെ ഭാഗം കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് ക്രംസ് ഇട്ട് കൊടുക്കണം.
അങ്ങനെ ക്രംസ് ഇട്ട് കൊടുക്കുമ്പോൾ ഇപ്പുറത്തുള്ള ഗ്ലേസുള്ള കേക്കിലോട്ട് വീഴാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുത്തിട്ട് ക്രംസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് നീറ്റായിട്ട് തന്നെ കിട്ടും. സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള 2 കേക്കിനെയും മെയിൻ ബോർഡിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ കേക്കിൻ്റെ വർക്ക് ഏകദേശം തീർന്നു. ഇനി അതിൻ്റെ ഡിസൈനിങ് ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ തന്നെ ചെയ്യാം. ഞാനിവിടെ എഡിബിൾ ഗോൾഡ് ഫ്ലേക്സും കുറച്ച് ഗോൾഡൻ പേൾസുമാണ്, ഷുഗർ പേൾസുമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് അറ്റാച്ച് ചെയ്തിട്ടുള്ള പോർഷനിൽ മാത്രം സിമ്പിളായിട്ട് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ചോക്ലേറ്റിൻ്റെ ലോഗോ കൂടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഈ ലോഗോ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഗ്ലേസ് ഒഴിച്ച കേക്കിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി എക്സ്ട്രാ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം സൈഡിൽ. പക്ഷേ ഞാൻ ഈ ഒരു ലുക്കാണ് ഇതിന് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡബിൾ ഹാർട്ട് കേക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബേബീസ് മാജിക് ഡെസ്ക്. We hope you like this video. Don't forget to like, share and subscribe. See you soon with another video. Until then, take care and bye.